കൊല്ലത്ത് നിന്നും കാണാതായ 13-കാരി ഫാത്തിമ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് പോലീസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളതെന്നും വീട് വിട്ടു പോവുകയാണ് എന്നും സുഹൃത്തിനെ അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്കാണ് കുട്ടി വീട്ടിൽ നിന്നും പോയത്. എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഈ ആരുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്? കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വിവരവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പെൺകുട്ടിയെ ഫാത്തിമയെ തിരൂരിൽ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. വിനീഷ്, കുട്ടി സുരക്ഷിതയാണല്ലോ അല്ലേ? എന്തോ വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയാണ് കുട്ടിയെ കാണാതെയാകുന്നത്. പക്ഷേ ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് മലപ്പുറം തിരൂര് വെച്ച് കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത് ശുഭകരമായ വാർത്തയാണ്. ഈ കുട്ടി തന്നെയാണ് ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് അറിയിച്ചത് സേഫാണെന്നും താൻ തിരൂരുണ്ടെന്നും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വീട്ടുകാർ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കുന്നിക്കോട് പോലീസ് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ തിരൂരിലേക്ക് തിരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ യാത്രക്കാരിൽ നിന്നുള്ള ഫോൺ എടുത്താണ് കുട്ടി വീട്ടിലേക്ക് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ഇപ്പോൾ സുരക്ഷിതയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എൽദോ ഉടൻ തന്നെ ഫാത്തിമയെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. വിനീഷ്, ഈ കുഞ്ഞ് എന്തുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയത് എന്നെങ്കിലും പറഞ്ഞോ? പോലീസ് എന്താണ് അതിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ ഫാത്തിമ വീട് വിട്ട് ഇറങ്ങുന്നത്. വീട്ടില് അമ്മയുമായി ചില വാക്കുതർക്കമുണ്ടായി. അതായത് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി. അങ്ങനെ ഇതിന്റെ ഒരു മനോവിഷമത്തെ തുടർന്നാണ് ഈ 13 വയസ്സുള്ള ഫാത്തിമ വീട് വിട്ടിറങ്ങുന്നത്. വീട് വിട്ടിറങ്ങിയപ്പോൾ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും വേറൊരു ആളുടെ ഫോൺ വഴി ഈ ഫാത്തിമയുടെ സുഹൃത്തിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഞാനിങ്ങനെ വീട് വിട്ട് പോവുകയാണ്, വീട്ടിൽ വഴക്കുണ്ടായിയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ പിന്നെ ഈ ഫാത്തിമയെ കുറിച്ച് അതിൽ വീഡിയോ ലഭിച്ചിരുന്നില്ല. ഏകദേശം ഒരു 6 മണി ആയിട്ടും ഫാത്തിമ വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എങ്ങും ഫാത്തിമയെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഫാത്തിമയ്ക്ക് ഫോണില്ലാത്തത് കൊണ്ട് ഫാത്തിമയെ ട്രേസ് ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ കൊട്ടാരക്കരയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലടക്കം എല്ലാവരും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. നാട്ടുകാരടക്കം പരിശോധന നടത്തിയിരുന്നു. പക്ഷെ പോലീസ് പരിശോധന നടത്തിയപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭ്യമായില്ല. കാരണം അവിടെ നമുക്കറിയാം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് CCTV ദൃശ്യങ്ങൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വീട്ടുകാരെ സംബന്ധിച്ച് വലിയ വിഷമത്തിലായിരുന്നു എൽദോ. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഈ സംഭവം വലിയ വാർത്തയായി മാറി. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഈ വാർത്തയെ തുടർന്നാണ് ഇത് പെട്ടെന്ന് തന്നെ ഈ ഫാത്തിമയെ കണ്ടെത്താൻ സാധിച്ചത്. ഫാത്തിമ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ കൂടെയുള്ള യാത്രക്കാരുടെ ഫോണിൽ നിന്നാണ് ഫാത്തിമ തന്നെ വിവരം വീട്ടിലേക്ക് വിളിച്ചറിയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അതായത് ഫാത്തിമ സുരക്ഷിതയാണ്, തിരൂരിലുണ്ട്, ഫാത്തിമയെ കണ്ടെത്തി. വളരെ ശുഭകരമായിട്ടുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. കൊല്ലത്തുനിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി, അതിന്റെ വിവരങ്ങളാണ് ലഭിക്കുന്നത്. തിരൂരിലുണ്ട് കുട്ടി. ഇന്നലെയാണ് വീട് വിട്ടിറങ്ങിയത്. ഉച്ചയോടുകൂടി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി ആദ്യം സുഹൃത്തിനെ വിളിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ സ്വന്തം മാതാപിതാക്കളെ തന്നെ വിളിച്ചറിയിച്ചു താൻ സുരക്ഷിതയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് പറയുന്ന പ്രകാരം അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർക്ക് ഒപ്പമുണ്ടായിരുന്നു. യാത്ര ചെയ്ത സഹയാത്രികരാണ്. അവരാണ് പെൺകുട്ടിയെ കണ്ടെത്തി ഏൽപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.